ഗൈസ് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഷീകൻ പെയിന്റ് അടിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുകയാണ് ഗൈസ്. അതായത് കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഇത് അസംബിളി ചെയ്യാനുണ്ടായിരുന്നു പെയിന്റിങ്. കാരണം ഇത് നമ്മൾ കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്തിട്ടാണ് ഈ ബ്ലാക്ക് അടിച്ചിരിക്കുന്നത് ഗൈസ്. ബ്ലാക്ക് വന്നിട്ടുണ്ടല്ലോ, വണ്ടി ഒരു രക്ഷയില്ല. അതായത് കളർ നമ്മൾ മാറ്റി, അതുപോലെ വീൽ അത് കണ്ടോ, അലോയ്സ് ഒരു കിട്ടിലൻ അലോയാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നേരിട്ട് തന്നെ കാണണം. ഭയങ്കര രസമുണ്ട്. ആ ഒരു യെല്ലോ ലൈറ്റൊക്കെ വന്നിട്ട് മൂടായിട്ടുണ്ട് വണ്ടി. കാരണം കഴിഞ്ഞ വില്ലീസിൻ്റെ വാഷിംഗ് വീഡിയോയിൽ നമ്മൾ ഇവനെ സ്ട്രിപ്പ് ചെയ്ത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി, അതായത് കംപ്ലീറ്റ് ഡോറും എല്ലാ സാധനങ്ങളും പീസ് ചെയ്ത് അഴിച്ച് നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുമായിരുന്നു. അപ്പോൾ അതെ അസംബിൾ ചെയ്ത് ഇന്നലെ രാത്രി ഇരുന്ന് മൊത്തം പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി മൂടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ബ്ലാക്ക് കളർ എങ്ങനെയുണ്ട്? നമ്മുടെ ബ്ലാക്ക് മഷീഗൺ എങ്ങനെയുണ്ട്? റെഡ് ആണോ ബ്ലാക്ക് ആണോ മൂഡ്? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഗൈസ് നിങ്ങൾക്ക്? അപ്പം കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബ്ലാക്ക് ആണോ ബെറ്റർ അതോ നമ്മുടെ പഴയ കളറായിരുന്നോ ബെറ്റർ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ബാക്കി പെർഫോമൻസ് ഒന്നും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് ഫുഡിനടിയിൽ മൊത്തം അലമ്പായി കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ESC ഒക്കെ ഒന്ന് പൊസിഷൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ്. ആ മഴയത്ത് നമ്മൾ ഇവനെ ചെളിയിലിട്ട് ഒന്ന് ഉരുട്ടാൻ പോവാണ്. ബ്ലാക്ക് വണ്ടി, ബ്ലാക്ക് നമുക്ക് എന്താ പറയുക, നമുക്ക് ഓഫ് റോഡ് വണ്ടി ഇല്ല. അപ്പോൾ ബ്ലാക്ക് വണ്ടി നമ്മൾ ചെളിയിലിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ഗൈസ് നമുക്ക് നമ്മുടെ മഷീകനെ പെയിൻറ്റ് കഴിഞ്ഞേ ഉള്ളൂ, പക്ഷെ നമ്മൾ ചെളിയിലോട്ട് കൊണ്ടുപോവാണ് ഗൈസ്. പിന്നെ അതുപോലെ ഈ ലൈറ്റ് കണ്ടോ, ഈ ലൈറ്റ് അവിടെയൊക്കെ ലൈറ്റ് കൊടുക്കണം. അതുപോലെ ഇൻഡിക്കേറ്റർ സൈഡൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ലൈറ്റ് ചെയ്യണം. ലൈറ്റ് കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് പണിയുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ബാക്കിലൊരു സീറ്റ് ഉണ്ടായിരുന്നു, ആ സീറ്റ് നമ്മൾ ഒഴിവാക്കിയതുണ്ടോ. ഇപ്പോൾ ബാക്കിൽ സീറ്റൊന്നുമില്ല. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും കയറ് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തിടാം, ഇട്ടിട്ട് ബാക്കിങ് അടയ്ക്കാം. റിയൽ ആ ഒരു ജീപ്പിൻ്റെയൊക്കെ പോലെ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഓഫ് റോഡിങ്ങിനായിട്ട് ഗൈസ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ നമ്മുടെ 1/5 സ്കെയിലുള്ളത് 3 ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗരാജിൻ്റെ ഒരു സൈഡാണ്. ഗരാജ് ഞാൻ കംപ്ലീറ്റ് കാണിക്കും ഗൈസ്, കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതൊക്കെ ഉണ്ട്, ഇവിടെ ഒരു തട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ വേറെ കിട്ടുന്ന സാധനങ്ങൾ വരുന്നുണ്ട്. സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട് എല്ലാവരും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഔട്ട്കാസ്റ്റ് ഇരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് പൊടിയാണ് ഗൈസ്. കാരണം ഗരാജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവന്മാരെയൊക്കെ ഒന്ന് മാറ്റി വെച്ചായിരുന്നു. എക്സ്മാക്സ് പിന്നെയും സീനില്ല, നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേ എടുത്ത് ഓടിച്ചായിരുന്നു. ബാജ നമ്മൾ ഷോയ്ക്ക് കൊണ്ടിട്ട് പിന്നെ ഇത് ഓടിച്ചിട്ടില്ല ഗൈസ്. ഇവനൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മുടെ ബാജയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. കാരിയർ, കുറച്ച് ലൈറ്റ്, ബാർ LED അങ്ങനെ കുറച്ച് പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ലെഡ്ജ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക്, യെസ് ഗൈസ്, കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് മോൺസ്റ്റർ ട്രക്ക് വരും. അപ്പോൾ അതെ ഇവനൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം, കംപ്ലീറ്റ് ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ 3 സൈസുള്ള വണ്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു 1/5 കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി ഞാൻ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ മഷീകൻ ഓടിക്കാൻ പോകുന്നത്. കണ്ടോ, ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ട ചെളിയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ചെളി കണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇവിടെ ചെയ്തത്. നല്ല ചെളിയാണ്. നമുക്ക് പതിയെ അങ്ങോട്ട് ഇറക്കാം. നമുക്ക് അവനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് വിചാരിച്ച പോലത്തെ ചെളിയും വെള്ളമൊന്നും അല്ല കേട്ടോ, പക്ഷെ കൊള്ളാം, വണ്ടി വരുന്നതാണ് ഒരു ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ അവിടെ നിന്ന് ക്രോസ് ചെയ്തത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ ചെളിയുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഭയങ്കര ഓവർ കുളിപ്പിക്കലൊന്നുമില്ല, കാരണം ഞാൻ തന്നെ കഴുകണത്.
ആ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര രസമുണ്ട് കേട്ടോ വണ്ടി. നമുക്ക് വേണ്ട ചെളികൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഇതുണ്ടോ. ഓ നല്ല എൻ്റെ അമ്മ. യോ ഗൈസ്, നമ്മൾ അവിടെ കുറച്ച് നല്ല ചെളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച പോലെ ബോഡിയിലോട്ടൊന്നും അങ്ങ് കയറുന്നില്ല. കാരണം ടയർ വീലാർച്ചിനകത്ത് ഇരിക്കുന്നത് എന്നുവെച്ചാൽ പറ്റൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നും അങ്ങോട്ട് തെറിക്കുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. ഇതേ മഴയൊക്കെ പൊടിയുന്നുണ്ട്. ഇനി തൽക്കാലം ഇത്ര അത്യാവശ്യം ചെളിയൊക്കെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല അങ്ങനത്തെ രീതിയിലൊക്കെ. പക്ഷെ ബ്ലാക്ക് വണ്ടി ചെളിയിലൊക്കെ ഇട്ട് ഓടുന്നതാണ് ഭയങ്കര വൈബാണ്ടോ, ഭയങ്കര രസമുണ്ട്. ഗൈസ് മഴ കൂടുന്നുണ്ട് ഗൈസ്. അങ്ങനെ മഴ, കനത്ത മഴ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ വണ്ടിയായിട്ട് ഞങ്ങൾ വീട്ടിൽ പോകട്ടോ. ഇനി ഇവിടുന്ന് എസ്കേപ്പ് ഇടണം, മഴ കൂടി കഴിച്ച്. അമ്മ ഇതുവഴി വന്നു, ഈ വഴിയാണോ വന്ന്? ഏതോ വഴിയൊക്കെ വന്നു. ഓടിക്കോ. നല്ല മൂടും മഴയായിട്ട് പെയ്തുകൊണ്ടിരിക്കണേ ഗൈസ്. അങ്ങനെ നമ്മുടെ മഷീകൻ നമ്മൾ മഴയത്ത് കുറച്ച് ചെളിയിലൊക്കെ ഇട്ട് ഓടിച്ച് ഇതേ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചെളികൾ മാത്രമേ ആയിട്ടുള്ളൂ. ഭയങ്കര കൊട്ട ആന ചെളിയൊന്നും നമുക്ക് ആക്കാൻ പറ്റിയില്ല. നമ്മുടെ വില്ലേജിലിരിക്കുന്ന പോലെ നമ്മുടെ വില്ലേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. വില്ലേജ് കണ്ടല്ലോ, ഇത് കണ്ടല്ലോ, കംപ്ലീറ്റ് ഇതുപോലൊരു ചെളി. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെളി ഉണങ്ങി പിടിച്ചാണ് ഗൈസ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു നമ്മുടെ മഷീകൻ. വണ്ടി ലുക്ക് മാറി, അതായത് വീഡിയോയിലൊക്കെ വണ്ടി ഭയങ്കര രസമായി. ഇനി കുറച്ച് കിട്ടില്ലെങ്കിൽ റീല് ഇവനെ വെച്ച് ചെയ്യണം. അതുപോലെ തന്നെ ലൈറ്റ് വർക്ക്സ്, പിന്നെ കാരിയർ അടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. സ്നോർക്കൽ സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ ഗൈസ്. അലോയ്സ് എങ്ങനെയുണ്ട് കണ്ടോ? നമ്മളൊരു ഒരു ബ്ലാക്കും പിന്നെ ഒരു ചെറിയൊരു സിൽവർ കട്ടിങ്ങും വന്ന ഒരു അലോയാണ് നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ മഷീകൻ വേറെ ലുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ FJ40 ഗൈസ്, FJ40 ഞാൻ ഇവിടെ ടോപ്പൊക്കെ അഴിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതായത് ഇത് എന്ത് പെയിൻറ്റ് ചെയ്യുന്ന എനിക്ക് അറിയാൻ പാടില്ല സത്യത്തിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇത് എന്ത് കളർ അടിക്കണം. നമ്മുടെ ഒരു വിൻറ്റേജ് FJ40 നമ്മൾ ഈ ഒരു ലുക്കിൽ തന്നെ ആയിരിക്കും കീപ്പ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ മറ്റേ ടോപ്പൊന്നും വെക്കുന്നില്ല. ഒരു എന്ത് കളർ അടിക്കണം എന്ന് നിങ്ങളുടെ ഒരു ഇതിൽ ഒരു ഐഡിയയിൽ കമൻറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് നോക്കാം. അതിൽ നിന്നുള്ള നല്ലൊരു കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, സ്റ്റേ ട്യൂൺ.